ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരി രോഹിത്തിനെ കാണാൻ വരുന്നുണ്ട്. രോഹിത്ത് ഒരു ബൈക്കിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഹരിയുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്തടാ ഇത്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം രാത്രി മനോട്ടൻ എന്നെ ഒരുപാട് അടിച്ചെന്ന്? നീ വിശ്വസിച്ചില്ലല്ലോ. എങ്കിലും ഇതുപോലൊക്കെ അടിക്കാൻ മനോട്ടൻ എങ്ങനെ തോന്നിയടാ? അലീന മനോട്ടനോട് എല്ലാം പറഞ്ഞു. അപ്പോ രോഹിത്ത് പറയുന്നുണ്ട്, ഷേ ആ പന്നക്കിത് എന്തിന്റെ സുഖടാ? എന്തായാലും പോലീസുകാരോട് പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് പറ്റിയില്ലല്ലോ, അതിന്റെ കേട് തീർത്തതാ. അപ്പോ ഞാനും നിന്റെ കൂടെ ഉള്ളത് മനോട്ടൻ അറിഞ്ഞിട്ടുണ്ടാവൂലേ? പിന്നെ അവൾ പറയാതിരിക്കോ? അവളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഓ, ഞാൻ ഇനി എങ്ങനെയാ മനോട്ടന്റെ മുഖത്ത് നോക്കുന്നേ? എന്നെ മനോട്ടൻ അടിക്കുന്നത് കണ്ട് അമ്മ അറിഞ്ഞു ഓടിയെത്തി. അങ്ങനെ അമ്മയും അറിഞ്ഞു എന്ന് പറയുമ്പോ കമലാന്റി അറിഞ്ഞെന്നോ? അപ്പൊ ഇനി ആ വീട്ടിൽ എനിക്ക് കയറേണ്ടി വരില്ല. കൊല്ലപ്പള്ളിയായിട്ടുള്ള ബന്ധം അതോടെ തീർന്നു. ഇനി കമലാന്റി ആരോടൊക്കെ പറയും? ഇല്ലടാ, ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്. അമ്മ ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മനുവേട്ടൻ അച്ഛൻ്റെ അടുത്ത് പറയില്ലേ? പറയരുതെന്ന് ഞാൻ കെഞ്ചി അപേക്ഷിച്ചിട്ടുണ്ട്. പറയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്ന് പറയാൻ ട്ടോ ഹരി. ഏതായാലും ഒന്ന് കരുതിയിരുന്നോ? എന്തായാലും ഒന്ന് ആശ്വസിച്ചതായിരുന്നു. അപ്പോഴേക്കും എന്താ അടുത്ത ഷോക്ക്. അല്ല, ഈ മനുവേട്ടൻ അലീനയും തമ്മിലെന്താ? എന്തോ ഉണ്ട്, അതാണ് ഇത്ര കലിപ്പ് എന്ന് പറയാണ് ഹരി. സ്വന്തം അനിയനേക്കാളും വലുതാണോ എങ്ങാണ്ട് നിന്ന് വന്ന വേലക്കാരി പെണ്ണ്, അത് അനാഥ. അവളോടാ ഇപ്പൊ മനോട്ടന് താല്പര്യം. പിന്നീട് നമ്മുടെ രോഹിത് ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അലീന താഴോട്ട് ഇറങ്ങി വരികയായിരിക്കും കേട്ടോ. രോഹിത്തിനെ കണ്ടതും അലീന ചോദിക്കുന്നുണ്ട്, എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്തു? നീ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാൻ രോഹിത്. നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കാൻ നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എന്നെ കൊണ്ട് മറുപടി അറിയിക്കാൻ നീ ആരടി പുല്ലേ? നിന്നെ കൊണ്ട് മറുപടി അറിയിക്കാൻ എനിക്കറിയാം. നീ കോപ്പുണ്ടാക്കും. ഒരു തവണ നീ രക്ഷപ്പെട്ടെന്ന് കരുതി അടുത്ത തവണ നിന്നെ ഞാൻ ശരിയാക്കി തരാന്ന് പറയാണ് രോഹിത്. അപ്പോ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രാവശ്യം നീ രക്ഷപ്പെട്ടു, അടുത്ത പ്രാവശ്യം എന്ന് പറയാൻ കേട്ടോ നമ്മുടെ അലീന. മാറി നില്ലടി എന്ന് പറഞ്ഞിട്ട് അലീനയെ ഒരു ഉന്തും വെച്ചു കൊടുത്ത് കയറി പോവാൻ കേട്ടോ രോഹിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.